ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 7 ശ്ലോകം 59 നമ്മളിന്ന് നോക്കുന്നത്. 59 മുതൽ ചൈതന്യ മഹാപ്രഭു ബനാറസിൽ ആണ് ഇപ്പോൾ ഉള്ളത്. ചന്ദ്രശേഖർ തപൻ മിശ്ര അവരുടെ കൂടെയാണ് മഹാപ്രഭു ഉള്ളത്. അപ്പോൾ തപൻ മിശ്രയുടെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ചന്ദ്രശേഖറും തപൻ മിശ്രയും കൂടെയുണ്ട്. ആ സമയത്തൊരു ബ്രാഹ്മണൻ അവിടെ വരുന്നു. ആ ബ്രാഹ്മണൻ ചൈതന്യ മഹാപ്രഭുവിനെ അദ്ദേഹത്തെ ക്ഷണിക്കുവാൻ വേണ്ടി വരുവാണ്. വീട്ടിൽ ഒരു കൂട്ടായ്മ വെച്ചിട്ടുണ്ട്. ഒരുപാട് സന്യാസിമാരെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് പ്രസാദത്തിനായി, അങ്ങും അവിടെ വരണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി അവിടെ ബ്രാഹ്മണൻ വരുന്നു. മഹാപ്രഭുവിനോട് ഈ കാര്യം പറയുന്നു. ചൈതന്യ മഹാപ്രഭു സാധാരണ അങ്ങനെ എവിടെയും പോകുന്ന ആളല്ല. പ്രത്യേകിച്ച് മായാവതി സന്യാസിമാരുടെ കൂടെ അദ്ദേഹം സംഘം കൂടാറില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വേറെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉദ്ദേശം വേറെ ഒന്നുമല്ല, എല്ലാവർക്കും കൃഷ്ണാവബോധം കൊടുക്കണം, എല്ലാവർക്കും കൃഷ്ണപ്രേമം കൊടുക്കണം എന്നുള്ളൊരു ഒരേ ഒരു ആഗ്രഹമേ മഹാപ്രഭുവിനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം സമ്മതം മൂളുന്നു, വരാമെന്ന് പറയുന്നു. ഇനി അവിടെ അദ്ദേഹം പോകുന്നു, ആ വീട്ടിലേക്ക് പോകുന്നു, ബ്രാഹ്മണൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുപാട് സന്യാസിമാരകത്തിരിക്കുന്നുണ്ട്. ഇനി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. 59 സഭാ നമസ്കാരികേല പാദപ്രക്ഷാളനെ സഭാ നമസ്കാരികേല പാദപ്രക്ഷാളന കരി വസിലസൈ സ്ഥാനേ. ശ്ലോകം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. സഭാ നമസ്കരികേല പാദപ്രക്ഷാളന കരി വസിലസൈ സ്ഥാനേ. വർത്തനം ഭാവർത്തം വൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കെ ജയ്. സന്യാസിമാരെ കണ്ട ഉടൻ തന്നെ അവർക്ക് പ്രണാമങ്ങൾ അർപ്പിച്ച ശേഷം അവിടുന്ന് പാദം കഴുകുവാനായി പോയി. പാദങ്ങൾ കഴുകിയ അതേ സ്ഥാനത്തു തന്നെ അവിടുന്ന് ഉപവിഷ്ടനായി. ഭാവാർത്ഥം. മായാവതി സന്യാസിമാരെ നമസ്കരിക്കുക വഴി മഹാപ്രഭു മറ്റുള്ളവരോടുള്ള തന്റെ എളിമത്തം പ്രകടിപ്പിക്കുകയുണ്ടായി. ഒരു വൈഷ്ണവൻ ആരോടും അനാദരവ് കാട്ടരുത്, പ്രത്യേകിച്ച് ഒരു സന്യാസിയോട്. അമാനിന മാനദേന. ഒരുവൻ എല്ലാവർക്കും ബഹുമാനം നൽകുകയും എന്നാൽ സ്വയം ബഹുമാനം ആഗ്രഹിക്കുകയും ചെയ്യരുതെന്ന് മഹാപ്രഭു നമ്മെ പഠിപ്പിക്കുന്നു. ഒരു സന്യാസി നഗ്നപാതനായാണ് നടക്കേണ്ടത്. അതിനാൽ അദ്ദേഹം ഒരു ക്ഷേത്രത്തിലോ മറ്റു ഭക്തന്മാർക്കിടയിലോ പ്രവേശിക്കുമ്പോൾ പാദങ്ങൾ കഴുകിയ ശേഷം മാത്രം അനുയോജ്യമായ സ്ഥാനത്ത് ഉപവിഷ്ടനാകണം. ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ചെരുപ്പുകൾ പ്രത്യേക സ്ഥാനത്ത് സൂക്ഷിച്ച ശേഷം കാലുകൾ കഴുകിയിട്ട് പ്രവേശിക്കുന്നത് ഇന്നും ഭാരതത്തിൽ സർവ്വസാധാരണമായ ഒരു ആചാരമാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു മാതൃകാപരനായ ആചാര്യനാണ്. അവിടുത്തെ കാലടികൾ പിന്തുടരുന്നവർ ഭക്തിയുത ആത്മീയ ജീവിതത്തിൽ അവിടുന്ന് പഠിപ്പിച്ച രീതികൾ പിന്തുടരേണ്ടതാണ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. ചൈതന്യ മഹാപ്രഭു അങ്ങനെ ബ്രാഹ്മണൻ്റെ വീട്ടിൽ പോകുമ്പോൾ അദ്ദേഹം കാണുന്നു ഒരുപാട് സന്യാസിമാർ, മായാവതി സന്യാസിമാർ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും അവിടെ ഉണ്ട്. അവരെ കണ്ട ഉടനെ തന്നെ മഹാപ്രഭു ഇത് അകത്തോട്ട് കയറുന്നില്ല, അതിനു മുമ്പാണ്. അവരെ കണ്ട മാത്രമേ അദ്ദേഹം നമസ്കരിക്കുന്നു. നമസ്കരിച്ചതിന് ശേഷം അദ്ദേഹം കാലുകൾ കഴുകാൻ പോകുന്നു. കാലുകൾ കഴുകി അദ്ദേഹം എവിടെയാണോ കാല് കഴുകിയിട്ടുള്ളത് അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു. അങ്ങനെയാണ് മഹാപ്രഭു ചെയ്യുന്നത്. ശീലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ചൈതന്യ മഹാപ്രഭു മായാവതി സന്യാസികളുടെ മുമ്പിൽ അദ്ദേഹം നമസ്കരിച്ചു എന്നുള്ളത് വേറെ ഒന്നുമല്ല, നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വൈഷ്ണവരുടെ ഒരു ക്വാളിറ്റിയാണ്. മഹാപ്രഭു അവർ മായാവതി ആയിക്കോട്ടെ, മായാവതി സന്യാസിമാരായിക്കോട്ടെ, ആര് വേണമെങ്കിൽ ആയിക്കോട്ടെ, മഹാപ്രഭു ഒരു ശുദ്ധ വൈഷ്ണവനെ
ശുദ്ധവൈഷ്ണവൻ എങ്ങനെയാണെന്നുള്ളത് അദ്ദേഹം കാണിച്ചു തരുവാണ് ചെയ്യുന്നത്. ഒരു വൈഷ്ണവൻ എപ്പോഴും എല്ലാവരെയും ബഹുമാനിക്കും. സന്യാസി എന്നുള്ള സന്യാസിമാരെ മാത്രമല്ല, എല്ലാവരെയും ബഹുമാനിക്കുന്നു. അമാനീന മാനദേന, റെസ്പെക്റ്റ് അങ്ങോട്ട് കൊടുക്കുന്നു. അതായത് എല്ലാവരെയും ബഹുമാനിക്കുന്നു, തിരിച്ച് ബഹുമാനമൊന്നും പ്രതീക്ഷിക്കുകയില്ല. ഇത് ഒരു ശുദ്ധ വൈഷ്ണവൻ്റെ ലക്ഷണമാണ്. ചൈതന്യ മഹാപ്രഭു ആ ഒരു കാര്യം നമുക്ക് കാണിച്ചു തരുന്നു ഈ ഒരു ഉദാഹരണത്തിലൂടെ. അതേപോലെ വേറെ ഒരു കാര്യം, കാല് കഴുകുന്നതിനെക്കുറിച്ച് പ്രഭുപാദ ഇവിടെ പറയുന്നു. സന്യാസിമാർ സാധാരണ ചെരുപ്പുകളൊന്നും ഇടില്ല, ചെരുപ്പില്ലാതെയാണ് നടക്കുന്നത് എല്ലായിടങ്ങളിലും, എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുന്നത്. അപ്പോൾ അമ്പലത്തിലേക്ക് കടക്കുന്നേക്കാൾ മുമ്പോ അല്ലെങ്കിൽ ഭക്തരുടെ സംഘത്തിലേക്ക് കടക്കുന്നേക്കാൾ മുമ്പോ കാലുകൾ കഴുകുക എന്നുള്ളത് ഒരു സദാചാരമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആചാരങ്ങൾ ഇന്നത്തെ കാലത്തും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചില അമ്പലങ്ങളിലേക്ക് പോകുന്നേക്കാൾ മുമ്പ് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ അവിടെ ഒരുപക്ഷെ ചില ആളുകൾ കാലുകൾ പോയി കഴുകി പോന്നു. ചില അമ്പലങ്ങളിൽ നമ്മൾ അകത്തോട്ട് കയറുന്ന സ്ഥലത്ത് വെള്ളമുണ്ടാവും, അവിടെ അതിനുള്ള അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നടന്ന് കയറുമ്പോൾ കാൽ ഓട്ടോമാറ്റിക്കലി കഴുകിയിട്ടാണ് പോകുന്നത്. അങ്ങനെയുള്ള അമ്പലങ്ങളും ഉണ്ട്, ഒരുപാട് അമ്പലങ്ങൾ അങ്ങനെയുണ്ട്. വലിയ വലിയ അമ്പലങ്ങളിലാണ് അങ്ങനെയുള്ള സെറ്റപ്പ് ഉള്ളത്. ചെറിയ ചെറിയ അമ്പലങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കാല് കഴുകി അടുത്ത് കുളമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ അവിടെ കാല് കഴുകിയിട്ട് പോകുന്നതും കാണാം. അപ്പോൾ വീട്ടിൽ നിന്ന് കുളിച്ച് നേരെ പോകുമ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ജനറലായിട്ടുള്ളൊരു എറ്റിക്കേറ്റാണിത്, അതാണ് പറയുന്നത് മഹാപ്രഭു. അതുകൊണ്ട് കാലുകൾ കഴുകിയിട്ടാണ് വൈഷ്ണവരുടെ അടുത്ത് അവിടെ ഇരിക്കുന്നത്. ചൈതന്യ മഹാപ്രഭു ഒരു മാതൃക ആചാര്യനാണ് എന്നിവിടെ പ്രഭുപാദ് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു എങ്ങനെയായിരിക്കണം ഒരു ആചാര്യൻ, എങ്ങനെയായിരിക്കണം ഒരു ഭക്തൻ, എല്ലാം മഹാപ്രഭു നമ്മളെ കാണിച്ചു തരുവാണ് ചെയ്യുന്നത്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാദങ്ങൾ പിന്തുടരുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. മഹാപ്രഭുവിൻ്റെ അവതാരത്തിൻ്റെ പ്രത്യേകതയാണ്. ഭഗവാൻ അവതരിച്ച് ഭക്തൻ എങ്ങനെയാണെന്നുള്ളത്, അതായത് ഭഗവാൻ ഭക്തഭാവത്തിൽ അവതരിച്ച് ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം, ഒരു വൈഷ്ണവൻ എങ്ങനെയായിരിക്കണം, ഒരു ആചാര്യൻ എങ്ങനെയായിരിക്കണം, ഇതെല്ലാം പഠിപ്പിച്ചു തരുവാണ്. ഇതിനേക്കാൾ വലിയ എക്സാമ്പിൾ വേറെ ഒന്നുമില്ല. ഓക്കെ, ശ്ലോകം 60. വസിയ കരീല കിച്ചു ഐശ്വര്യ പ്രകാശ് മഹാതേ ജോമയ വപു കോട്ടി സൂര്യഭാസ്. ഹരേ കൃഷ്ണ. ശ്ലോകം 60. വസീയ കരീല കിച്ചു ഐശ്വര്യ പ്രകാശ മഹാതേജോമയ വപു കോടി സൂര്യഭാസ. വിവർത്തൻ ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. തറയിൽ ഇരുന്നതിന് ശേഷം അവിടുന്ന് തന്റെ യോഗശക്തിയാൽ കോടിക്കണക്കിന് സൂര്യന്മാരുടെ അത്യുജ്വല ശോഭയോടുകൂടിയ പ്രഭാപൂരം സ്വശരീരത്തിൽ പ്രദർശിപ്പിച്ചു. ഭാവാർത്ഥം: പരമദിവ്യത്വ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന നിലയിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു സർവശക്തി സമ്പൂർണനാണ്. അതിനാൽ കോടി സൂര്യ പ്രഭാപൂരം പ്രദർശിപ്പിക്കുക എന്നത് അവിടുത്തെ സംബന്ധിച്ച് അതിശയകരമല്ല. ഭഗവാൻ ശ്രീകൃഷ്ണനെ യോഗേശ്വരൻ അഥവാ എല്ലാ യോഗശക്തികളുടെയും നിയന്താവ് എന്നറിയപ്പെടുന്നു. ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു സ്വയം കൃഷ്ണൻ തന്നെ ആയതിനാൽ അവിടുന്ന് ഏതൊരു യോഗശക്തിയും പ്രദർശിപ്പിക്കാൻ കഴിയും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ മഹാപ്രഭു അവിടെ കാലെല്ലാം കഴുകിയതിന് ശേഷം അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുന്നു, അകത്തോട്ട് പോകുന്നില്ല. അദ്ദേഹം എവിടെയാണോ കാല് കഴുകുന്നത് അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. അവിടെ ഇരുന്നതിന് ശേഷം ഇവിടെ പറയുന്നു ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ ശക്തി, അദ്ദേഹത്തിൻ്റെ പൊട്ടൻസി ഉപയോഗിച്ച്, ശക്തി ഉപയോഗിച്ച് അദ്ദേഹം ഐശ്വര്യ പ്രകാശ്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ബ്രഹ്മജ്യോതി വരുവാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ബ്രഹ്മജ്യോതി കാണുന്നു, അത് പ്രകടമാക്കുന്നു മഹാപ്രഭു. ഒരുപാട് ഇവിടെ പറയുന്നു കോടി സൂര്യാഭാസ, കോടി സൂര്യന്മാരുടെ തേജസ് പോലെ. അപ്പോൾ എന്തായിരിക്കും അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ടാവുക? അദ്ദേഹം അവിടെ ഇരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഈ വെളിച്ചം വരുന്നു, ബ്രഹ്മജ്യോതി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് അത് ഡിസ്പ്ലേ ആവുന്നു, എല്ലാവരും കാണുന്നുണ്ടാവും. ഇനി എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഈ ഒരു വെളിച്ചം എല്ലാവരും കാണുന്നുണ്ട്. ശ്രീല പ്രഭുപാദജി പറയുന്നു കൃഷ്ണൻ അദ്ദേഹം
അദ്ദേഹം ശക്തിമാനാണ്, എല്ലാ ശക്തികളും ഉണ്ട് കൃഷ്ണൻ്റെ ഉള്ളിൽ. അദ്ദേഹം യോഗേശ്വരനാണ്, അദ്ദേഹത്തിന് എന്തും ചെയ്യുവാൻ സാധിക്കും, എല്ലാവിധ ശക്തികളും ഉണ്ട്. ഇപ്പോൾ ചൈതന്യ മഹാപ്രഭു കൃഷ്ണൻ തന്നെയാണ്, അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിനും അതെല്ലാം സാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. 61 പ്രഭാവേ അക്ഷരീല സഭ സന്യാസി രമൻ ഉഠില സന്യാസി സഭ ഛാടിയ ആസൻ. യെസ്, വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭാവേ അഗർശീല സഭ സന്യാസി രാമന ഉഠില സന്യാസി സഭ ഛാടിയ ആസന. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ശരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഉജ്ജ്വല പ്രഭാപൂരമായ ശരീരം കണ്ട് എല്ലാ സന്യാസിമാരും അതിൽ ആകൃഷ്ടരായി. അവരെല്ലാവരും തങ്ങളുടെ ആസനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ആദരവ് പ്രകടിപ്പിച്ചു. ഭാവാർത്ഥം: സാധാരണക്കാരുടെ ശ്രദ്ധയെ ആകർഷിക്കുവാനായി ചിലപ്പോൾ ആത്മീയതയിൽ മുന്നേറിയവരും ആചാര്യന്മാരും അസാധാരണമായ ഐശ്വര്യങ്ങൾ പ്രദർശിപ്പിക്കാറുണ്ട്. എന്നാൽ കപട സാധുക്കൾ തങ്ങളെ സ്വയം ഈശ്വരൻ എന്ന് പ്രഖ്യാപിക്കുന്നത് പോലുള്ള വ്യക്തിപരമായ ഇന്ദ്രിയാസ്വാദനത്തിനായി ഒരു യഥാർത്ഥ സാധു ഇത്തരം യോഗശക്തികളെ ദുരുപയോഗപ്പെടുത്തുവാൻ പാടില്ല. ഒരു മായാജാലക്കാരന് പോലും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാനാവാത്ത അസാധാരണമായ അത്ഭുത വിദ്യകൾ പ്രദർശിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് മായാജാലക്കാരൻ ദൈവമാണെന്ന് അർത്ഥമില്ലല്ലോ. ജനശ്രദ്ധയെ ആകർഷിക്കുവാനായി യോഗശക്തികൾ പ്രദർശിപ്പിക്കുകയും ആ അവസരം ഉപയോഗിച്ച് തന്നെ ദൈവം എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നതും അത്യന്തം പാപകരമായ പ്രവൃത്തിയാണ്. ഒരു യഥാർത്ഥ സാധു ഒരിക്കലും സ്വയം ദൈവമായി പ്രഖ്യാപിക്കുകയില്ല. പകരം തന്നെ ദൈവത്തിന്റെ ഒരു സേവകനായി കരുതുന്നു. ഈശ്വരന്റെ ഒരു സേവകനെ യോഗശക്തികൾ പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം അതിൽ ഉത്സുകനുമല്ല. എന്നാൽ പരമപുരുഷനായ ഭഗവാന് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു എളിയ ഭൃത്യൻ തന്റെ പ്രവൃത്തികൾ സാധാരണ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത വിധം അതിശയകരമായി നിർവഹിക്കുന്നു. എന്നിരുന്നാലും ഒരു ഭക്തൻ ഇത്തരം പ്രവൃത്തിയുടെ ബഹുമതി സ്വയം അവകാശപ്പെടാറില്ല. എന്തുകൊണ്ടെന്നാൽ അത്ഭുതകരമായ കൃത്യങ്ങൾ നിർവഹിക്കുന്നത് ഭഗവാന്റെ കാരുണ്യം മൂലമാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അതിനാൽ എല്ലാ ബഹുമതിയും യജമാനന് നൽകുന്നു, ഭൃത്യനല്ല. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ സന്യാസിമാരുണ്ട്. അദ്ദേഹം പുറത്തിരിക്കുന്നു. ശരീരത്തിൽ നിന്ന് ബ്രഹ്മജ്യോതി വരുന്നു. ഇത് കണ്ട മാത്രമേ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മഹാപ്രഭുവിനോട് ആ ഒരു ആദരവ്, ബഹുമാനം അവർ കാണിക്കുവാണ്. കാര്യം എല്ലാവർക്കും ഈ ഒരു അട്രാക്ഷൻ തോന്നി. എല്ലാവർക്കും അട്രാക്ഷൻ തോന്നുവാണ്. കാര്യം ബ്രഹ്മജ്യോതിയാണ് വരുന്നത്. പ്രത്യേകിച്ച് മായാവാദി സന്യാസിമാരുടെയൊക്കെ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ബ്രഹ്മജ്യോതിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവർ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആ ബ്രഹ്മജ്യോതി ഇവിടെ നേരിട്ട് കാണുവാണ് മഹാപ്രഭുവിൻ്റെ ശരീരത്തിൽ നിന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആകർഷണം തോന്നും, അല്ലേ? ആകർഷണം തോന്നി അവരെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നിട്ട് ബഹുമാനം കാണിക്കുന്നു എന്നാണ് പറയുന്നത്. ശ്രീല പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു, ചില സമയങ്ങളിൽ ഇതേപോലുള്ള ഭക്തരാവട്ടെ അല്ലെങ്കിൽ സാധുക്കളാവട്ടെ, അവർ ചില സമയങ്ങളിൽ ചില ശക്തികൾ ഉപയോഗിച്ച് അവർ അമാനുഷികമായിട്ടുള്ള പല കാര്യങ്ങളും കാണിക്കുന്നു. ഇത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, അവർക്ക് ഈ കഴിവുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, എന്നാൽ ചില വിഡ്ഢികളെ ആകർഷിപ്പിക്കാൻ വേണ്ടി. വിഡ്ഢികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള ഒരു മാജിക്കൽ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴാണ് ചില ആളുകൾക്ക് ആകർഷണം തോന്നുന്നത്. ഇല്ലെങ്കിൽ അവർക്ക് വിലയില്ല. പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, വായുവിൽ നിന്ന് ആപ്പിൾ എടുക്കുന്നു, വായുവിൽ നിന്ന് ഭസ്മം എടുക്കുന്നു, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുന്നു. ഇങ്ങനെയുള്ള പല സിദ്ധികളും ഉള്ളവരുണ്ടാവും, അഷ്ടസിദ്ധികളൊക്കെ ഉള്ളവരുണ്ടാവും. എന്നാൽ അഷ്ടസിദ്ധികളിൽ പല ആളുകളും ആകർഷിതരാകുന്നു. അവർ വിചാരിക്കുന്നു, ഈ സിദ്ധിയുള്ളവർ വലിയ ദൈവമാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇങ്ങനെയുള്ള സിദ്ധികളൊക്കെ ഭൗതിക തലത്തിലുള്ളതാണ്. ശരിക്കും ചൈതന്യ മഹാപ്രഭു കാണിക്കുന്നത്, അദ്ദേഹം എല്ലാ സിദ്ധികളുടെയും ഉറവിടമാണ് മഹാപ്രഭു. കാര്യം ഭഗവാനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എന്തും കാണിക്കാൻ സാധിക്കും. പക്ഷേ അദ്ദേഹം സാധാരണ ഭഗവാൻ ഇങ്ങനെ കാണിക്കാറില്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ
ചില ആളുകളെ ആകർഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശില പ്രഭുപാദ് പറയുന്നു, അങ്ങനെ ചിലപ്പോഴൊക്കെ കാണിക്കും ഇങ്ങനെയുള്ള സിദ്ധികളൊക്കെ. എന്നാൽ ഒരിക്കലും അങ്ങനെയുള്ള ആളുകൾ ഇത് മിസ്യൂസ് ചെയ്യില്ല. ഭഗവാൻ അങ്ങനെ എന്തെങ്കിലും കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും മിസ്യൂസ് ചെയ്യില്ല. ഇന്നത്തെ കാലത്തെ ആളുകൾ എന്തെങ്കിലും ഇതുപോലെ സിദ്ധികളുണ്ടെങ്കിൽ അത് കാണിച്ചു മറ്റുള്ളവരെ കാണിച്ച് മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്നു. മറ്റുള്ളവർ ഇദ്ദേഹത്തിന് ഒരുപാട്, ഈ വ്യക്തിയെ ആരാണെങ്കിലും ദൈവമാണെന്ന് കണക്കാക്കി ആദരവ് കൊടുക്കുന്നു. പിന്നെ അവർക്ക് ഫോളോവേഴ്സ് ആവുന്നു. അങ്ങനെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട് ഈ ലോകത്ത്, അല്ലേ? അതായത് ഭഗവാൻ കൊടുക്കുന്ന സിദ്ധികളാണിതെല്ലാം. അത് അവരുടെ പുണ്യം, അവർ ചെയ്തിട്ടുള്ള പുണ്യം കൊണ്ടോ മറ്റുള്ള ജന്മങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അത് പുണ്യങ്ങളുടെ ഫലമായിരിക്കും അങ്ങനെയുള്ള കഴിവുകൾ. എന്നാൽ ഈ കഴിവുകളൊക്കെ മിസ്യൂസ് ചെയ്യുവാണെങ്കിൽ, അങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ചൈതന്യ മഹാപ്രഭു ഇവിടെ കാണിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ അവിടെ ഇങ്ങനെയൊരു കാര്യം കാണിക്കേണ്ട കാര്യം ഭഗവാൻ അത് ഇങ്ങനെയുള്ളൊരു സിദ്ധിയും കാണിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിലും അദ്ദേഹം ഭഗവാൻ തന്നെയാണ്. എന്നാൽ ഇവിടെ മായാവാദി സന്യാസിമാരാണ്, അവർക്ക് ഏറ്റവും ആകർഷണം തോന്നുന്ന കാര്യമാണ് ജ്യോതി, ബ്രഹ്മജ്യോതി. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു കാര്യം ഇവിടെ കാണിക്കുന്നു. അതാണ് പറയുന്നത്. പിന്നീട് പ്രഭുപാദ് പറയുന്നു, ഇങ്ങനെയുള്ള സിദ്ധികളെല്ലാം ഭഗവാനാണ് പലപ്പോഴും ഭക്തർക്കോ അല്ലെങ്കിൽ ആളുകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ നിമിത്തം മാത്രമാണ് ആ വ്യക്തികൾ. പക്ഷേ അത് നമ്മൾ തന്നെ ക്രെഡിറ്റ് എടുക്കുവാണെങ്കിൽ, ഇതെൻ്റെ കഴിവാണെന്ന് പറഞ്ഞ് ചെയ്യുവാണെങ്കിൽ അത് തെറ്റാണ്. എന്നാൽ ഭഗവാന്റെ ഭക്തർക്ക് ഇതുപോലുള്ള കഴിവുകൾ കൊടുക്കുന്ന സമയത്ത് അവർ പല കാര്യങ്ങളും ചെയ്യും. ഇപ്പോൾ പ്രഭുപാദിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, പ്രഭുപാദ് ചെയ്തിട്ടുള്ള കാര്യം 11 വർഷം കൊണ്ട് 108 അമ്പലങ്ങളും ഒരുപാട് സെൻറ്ററുകളും ഒരുപാട് ഭക്തരും ഒക്കെ 5000-ഓളം ഭക്തരും ഡിസൈപ്പിൾസും. അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം ആർക്കും ചെയ്യാൻ സാധിക്കില്ല. ഒരു മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങളല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കഴിവുകളൊക്കെ ഭഗവാൻ കൊടുത്തതാണ്. ഭഗവാനാണ് അദ്ദേഹത്തെ എംപവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു സേവകൻ എന്നുള്ള മനോഭാവത്തോട് കൂടിയിട്ടാണ് പ്രഭുപാദ് എപ്പോഴും അതിനെ കണ്ടിട്ടുള്ളൂ. പ്രഭുപാദ് എല്ലാ ക്രെഡിറ്റും ഭഗവാന് കൊടുക്കുന്നു. ഭഗവാനെ അങ്ങയുടെ സേവകൻ മാത്രമാണ് ഞാൻ, അങ്ങയുടെ ഉപകരണം മാത്രമാണ് ഞാൻ എന്നുള്ള ഭാവമായിരുന്നു പ്രഭുപാദനുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ്, അതായത് മാസ്റ്ററിന് ക്രെഡിറ്റ് കൊടുക്കുന്നു. സേവകൻ ഒരിക്കലും ക്രെഡിറ്റ് എടുക്കുന്നില്ല. നമ്മുടെ ബോസിന് ക്രെഡിറ്റ് കൊടുക്കുന്നു. അതാണ് ബോസ്. ആരാണ്? ഭഗവാനാണ്. അപ്പോൾ അങ്ങനെയാണ് ഭക്തർ ചെയ്യുന്നത്. എന്നാൽ മറ്റുള്ള ആളുകൾ, ഭക്തരാവട്ടെ അല്ലെങ്കിൽ സാധുക്കളൊക്കെ, അവർക്ക് പല കഴിവുകളുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് അങ്ങനെയാണ്. സാധാരണ ആളുകളൊക്കെ ഇതെല്ലാം എന്ത് ചെയ്യുന്നു? അത് മിസ്യൂസ് ചെയ്യുന്നു. അവനവൻ ചെയ്യുന്നതാണ്, അവർ തന്നെ ക്രെഡിറ്റ് എടുക്കുന്നു. അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നിവിടെ പറയുന്നു. ഓക്കെ, 62ാമത്തെ ശ്ലോകം. പ്രകാശാനന്ദ നാമേ സർവ സന്യാസി പ്രധാൻ പ്രഭു के कहिला किच्छु करिय सम्मान. हरे कृष्ण प्रभु प्रणाम. प्रकाशानंद नामे सर्व सन्यासी प्रधान प्रभु के कहिला किच्छु करिय सम्मान. വിവർത്തനം ഭാവാർത്ഥം ശില പ്രഭുപാദ് കി ജയ്. അവിടെ സന്നിഹിതരായിരുന്ന മായാവാദി സന്യാസിമാരിൽ പ്രമുഖനായ പ്രകാശാനന്ദ സരസ്വതി ഉത്തിഷ്ഠനായിക്കൊണ്ട് അത്യാദരപൂർവ്വം മഹാപ്രഭുവിനെ സംബോധന ചെയ്തു. ഭാവാർത്ഥം: മഹാപ്രഭു എല്ലാ സന്യാസിമാർക്കും ആദരവ് പ്രകടിപ്പിച്ചതുപോലെ മായാവാദി സന്യാസിമാരുടെ നേതാവും അദ്ദേഹത്തോട് ആദരവ് പ്രകടിപ്പിച്ചു. ഹരേ കൃഷ്ണ. ഇവിടെ മായാവതി സന്യാസികൾ ഒരുപാട് അവിടെ ഇരിക്കുന്നുണ്ട്, അല്ലേ? ആ കൂട്ടത്തിലാണ് മഹാപ്രഭു പോകുന്നത്. അതിൽ വെച്ച് പ്രകാശാനന്ദ സരസ്വതി എന്ന് പറയുന്ന ഒരു സന്യാസി ഉണ്ടായിരുന്നു. ഈ മായാവതി സന്യാസിമാരുടെയൊക്കെ ലീഡറാണ്. അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നു. അദ്ദേഹം ബഹുമാനത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്നു. ചൈതന്യ മഹാപ്രഭുവിനോട് ആദരവ് കാണിക്കുന്നു. അപ്പോൾ പ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭാവാർത്ഥത്തിൽ എങ്ങനെയാണോ ചൈതന്യ മഹാപ്രഭു എല്ലാ മായാവാദി സന്യാസിമാർക്കും ബഹുമാനം കൊടുത്തത്, അതേപോലെ മായാവാദി സന്യാസിമാരുടെ ലീഡറായിട്ടുള്ള പ്രകാശാനന്ദ സരസ്വതിയും തിരിച്ച് ചൈതന്യ മഹാപ്രഭുവിന് ബഹുമാനം അല്ലെങ്കിൽ ആദരവ് അവർ പ്രകടിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. 63.
इहा ऐसा सुनः श्रीपाद अपवित्रस्थाने वैसा किब अवसाद. ഹരേ കൃഷ്ണ. ഇഹാൻ ഐസ ശൂനഃ ശ്രീപാദ അപവിത്ര സ്ഥാനേ വൈസാഖി ബ അവസാദ. വിവർത്തൻ ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭാത് കി ജയ്. ഇവിടെ വരൂ ശ്രീമൻ, അങ്ങ് എന്താണ് ആ മലിനമായ സ്ഥലത്ത് ഇരിക്കുന്നത്? എന്താണ് അങ്ങയുടെ ദുഃഖത്തിന് കാരണം? ഭാവാർത്ഥം: മഹാപ്രഭുവും പ്രകാശാനന്ദ സരസ്വതിയും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ സ്പഷ്ടമാണ്. ഈ ഭൗതിക ലോകത്തിൽ ഓരോരുത്തരും തങ്ങളെ മുഖ്യനും ശ്രേഷ്ഠനുമായി കാട്ടാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ മഹാപ്രഭു തന്നെ ഒരു എളിയവനായാണ് അവതരിപ്പിച്ചത്. മായാവാദികൾ ഉന്നത സ്ഥാനങ്ങളിൽ ഉപവിഷ്ടരായിരുന്നപ്പോൾ മഹാപ്രഭു വൃത്തി കുറഞ്ഞ ഒരു സ്ഥാനത്താണ് ഉപവിഷ്ടനായത്. അതിനാൽ മഹാപ്രഭു ചില കാരണങ്ങൾ ദുഃഖിതനായിരുന്നുവെന്ന് മായാവാദി സന്യാസിമാർ കരുതുകയും പ്രകാശാനന്ദ സരസ്വതി അദ്ദേഹത്തോട് അതിനുള്ള കാരണം അന്വേഷിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ പ്രകാശാനന്ദ സരസ്വതി മഹാപ്രഭുവിനോട് പറയണം, വരൂ, അകത്തോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. അങ്ങ് ബഹുമാന്യനായിട്ടുള്ള അങ്ങ് അവിടെ ഇരിക്കാൻ പാടില്ല. കാര്യം അവിടെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലമല്ല, അവിടെ വൃത്തിയില്ലാത്ത സ്ഥലമാണ്. കാര്യം വെള്ളം കാല് കഴുകുന്ന സ്ഥലമാണ് അല്ലേ, അവിടെയാണ് മഹാപ്രഭു ഇരിക്കുന്നത്. അവിടെ ഇരിക്കരുത്, അങ്ങ് അകത്തോട്ട് വരൂ എന്നാണ്. ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. എന്നിട്ട് ചോദിക്കുന്നു, അങ്ങേക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട്. ആ വിഷമം ഉണ്ടായതുകൊണ്ടാണോ അങ്ങ് അവിടെ ഇരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ശിലപ്രഭുപാദി ഭാവത്തിൽ പറയുന്നു, ഈ ലോകത്ത് എല്ലാവരും അവനവനെ വലിയ ആളായി കാണിക്കാൻ ആഗ്രഹിക്കുന്നു. സത്യമാണ്, ഈ ലോകം അങ്ങനെയാണ്. നമ്മൾ വലുതാണെന്ന് കാണിക്കുന്നതാണ് ഈ ലോകത്തിൽ എല്ലാവരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ട്രെൻഡ് അല്ലേ. എന്നാൽ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വളരെ വളരെ വിനയത്തോടു കൂടിയിട്ടാണ് അദ്ദേഹത്തെ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ അവനവൻ്റെ കഴിവുകളെക്കുറിച്ച് പറയുന്നതോ, അല്ലെങ്കിൽ അവനവൻ്റെ ഞാനത് ചെയ്തിട്ടുണ്ട്, ഞാനിതെല്ലാം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ള കഴിവുണ്ട്, പല കാര്യങ്ങളും അങ്ങനെ പറയുന്നു, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു ഭക്തർക്ക് പറ്റിയ കാര്യങ്ങളല്ല. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ഇവിടെ നമുക്ക് കാണിച്ചു തരുന്ന കാര്യങ്ങളാണ് ഒരു വൈഷ്ണവൻ ഫോളോ ചെയ്യേണ്ടത്. അതാണ് നമ്മളിൽ നിന്ന് പഠിക്കുന്ന പാഠം. ഓക്കെ, ശ്ലോകം 64. പ്രഭു കഹേ ആമിഹായി ഹീന സമ്പ്രദായ തോമസ ബാര സഭായ വാസിത്തെ നായുയായ. ഹരേ കൃഷ്ണ. പ്രഭു കഹേ ആമിഹീന സമ്പ്രദായ തോമസ ബാര സഭായ വസീദേനായുയായ. വിവർത്തനം ഭാവാർത്ഥം ബൈ ശിലപ്രഭുപാദ് കി ജയ്. മഹാപ്രഭു മറുപടി പറഞ്ഞു, ഞാൻ ഒരു താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട സന്യാസിയാണ്. അതിനാൽ എനിക്ക് നിങ്ങളോടൊപ്പം ഇരിക്കാൻ അർഹതയില്ല. ഭാവാർത്ഥം: തങ്ങളുടെ സംസ്കൃത പാണ്ഡിത്യത്താലും ശങ്കരാചാര്യ സമ്പ്രദായക്കാരായതിനാലും മായാവാദി സന്യാസിമാർ എല്ലായ്പ്പോഴും ഗർവിഷ്ഠരാണ്. ബ്രാഹ്മണ കുലജാതരും സംസ്കൃത പാണ്ഡിത്യമുള്ളവരും വിശിഷ്യ സംസ്കൃത വ്യാകരണത്തിൽ കൂടി പാണ്ഡിത്യമുള്ളവരും ആയാൽ മാത്രമേ സന്യാസാശ്രമം സ്വീകരിക്കുകയോ ആത്മീയാചാര്യനാകുകയോ പാടുള്ളൂ എന്നാണ് അവരുടെ അഭിപ്രായം. മായാവാദി സന്യാസിമാർ തങ്ങളുടെ വാഗ്ജാലത്താലും വ്യാകരണ മിശ്രങ്ങളാലും എല്ലാ വേദശാസ്ത്രങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്യുന്നു. എന്നാൽ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി രക്ഷതി ഡുഗൃംഗകരണേ എന്ന പദ്യത്തിലൂടെ ശ്രീപാദ ശങ്കരാചാര്യർ സ്വയം ഇത്തരം വാഗ്ജാലങ്ങളെ അപലപിക്കുന്നു. ഡുഗ്രങ് എന്ന പദം സംസ്കൃത വ്യാകരണത്തിലെ പ്രത്യയങ്ങളെയും ഉപസർഗങ്ങളെയും സൂചിപ്പിക്കുന്നു. ഗോവിന്ദനെ ഭജിക്കുന്നതിന് പകരം വ്യാകരണ നിയമങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർ ഒരിക്കലും രക്ഷപ്പെടുവാനാകാത്ത മൂഢന്മാരാണെന്ന് ശങ്കരാചാര്യർ തന്റെ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ശ്രീപാദ ശങ്കരാചാര്യ ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ല.
സന്യാസിമാരിൽ നിന്നും വിഭിന്നമായി മായാവാദി സന്യാസിമാർ എല്ലായ്പ്പോഴും തങ്ങളെ ഉന്നതമായ ആത്മീയ ശ്രേണിയിൽ സ്ഥിതി ചെയ്യുന്നവരായി സ്വയം ചിന്തിച്ചിരുന്നു. എന്നാൽ എപ്രകാരം എളിമയുള്ളവനും സൗമ്യനുമായി തീരാമെന്ന് പഠിപ്പിക്കുവാനായി ശ്രീ ചൈതന്യ മഹാപ്രഭു താഴ്ന്ന സമ്പ്രദായത്തിൽ നിന്നും സന്യാസം വരിച്ചു. ആധ്യാത്മിക ജ്ഞാനത്തിൽ മുന്നേറിയവനായിരിക്കണം ഒരു സന്യാസിയെന്ന് ഇതിൽ നിന്നും അവിടുന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ആധ്യാത്മിക ജ്ഞാനത്തിൽ മുന്നേറിയ ഒരു വ്യക്തിയെ അതില്ലാത്തവനേക്കാൾ ഉന്നത സ്ഥാനീയനായി സ്വീകരിക്കേണ്ടതാണ്. വേദാന്തം തങ്ങളുടെ കുത്തവാവകാശമാണെന്ന് തോന്നും വിധം മായാവാദി സമ്പ്രദായ സന്യാസികൾ പൊതുവെ വേദാന്തികൾ എന്നറിയപ്പെടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ വേദാന്തി എന്ന പദം ഭഗവാൻ ശ്രീകൃഷ്ണനെ പൂർണ്ണമായും മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നതാണ്. ഭഗവത്ഗീതയിൽ 15:15 സ്ഥിരീകരിക്കുന്നത് പോലെ വേദേശ്ച സർവൈർ അഹമേവ വേദ്യ, എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് കൃഷ്ണനെയാണ്. എന്നാൽ മായാവാദി സന്യാസിമാർ കൃഷ്ണനെ കുറിച്ച് അജ്ഞരാണ്. അതിനാൽ വേദാന്തി അഥവാ വേദാന്ത തത്വത്തെ അറിയുന്നവർ എന്നുള്ള അവരുടെ ഭാവം കേവലം കപടനാട്യമാണ്. മായാവാദി സന്യാസിമാർ തങ്ങളെ യഥാർത്ഥ സന്യാസിമാരായും വൈഷ്ണവ സന്യാസിമാരെ ബ്രഹ്മചാരികളായും കരുതുന്നു. ഒരു ബ്രഹ്മചാരി സന്യാസിയായ തന്റെ ഗുരുവിന്റെ സേവനത്തിൽ വ്യാപൃതനായിരിക്കണമെന്നാണ് പ്രമാണം. ലോകം മുഴുവൻ കാണാൻ കഴിയുകയില്ലെങ്കിൽ പോലും മായാവാദി സന്യാസിമാർ തങ്ങളെ ഗുരുക്കന്മാരായി മാത്രമല്ല സ്വയം ജഗത് ഗുരുക്കളായി പ്രഖ്യാപിക്കുന്നു. ജഗത് ഗുരു എന്നാൽ സമസ്ത ലോകത്തിന്റെയും ഗുരു എന്നർത്ഥം. ചിലപ്പോൾ അവർ മോടിയായി വസ്ത്രധാരണം ചെയ്ത് ആനപ്പുറത്തേറി ഘോഷയാത്രയായി സഞ്ചരിക്കുകയും ജഗത് ഗുരു എന്ന നിലയിൽ ഇவ்விதം അഭിമാനിക്കുകയും ചെയ്യുന്നു. ജഗത് ഗുരു എന്നത് നാവ്, മനസ്സ്, ഭാഷണം, ഉദരം, ഉൽപാദനേന്ദ്രിയങ്ങൾ, കോപം എന്നിവയെ നിയന്ത്രിച്ച ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നുവെന്ന് ശ്രീല രൂപ ഗോസ്വാമി വിവരിക്കുന്നു. പൃഥ്വീംസ ശിഷ്യ, ഇത്തരം ഒരു ജഗത് ഗുരുവിന് ലോകം മുഴുവൻ ശിഷ്യന്മാരുണ്ടാക്കുവാനുള്ള അർഹതയുണ്ട്. ഇത്തരം യോഗ്യതകൾ ഇല്ലാത്ത മായാവാദി സന്യാസിമാർ ഭഗവത് സേവനത്തിൽ വ്യാപൃതരായിരിക്കുന്ന വൈഷ്ണവ സന്യാസിമാരെ ചിലപ്പോൾ ഉപദ്രവിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ചൈതന്യ മഹാപ്രഭു ഉത്തരം പറയുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ ശ്രീ പ്രകാശാനന്ദ സരസ്വതി മഹാപ്രഭുവിനെ അകത്തോട്ട് വിളിക്കുകയാണ്. അവിടെ വൃത്തിയില്ലാത്ത സ്ഥലത്തിരിക്കരുത്, അകത്തോട്ട് വരൂ, എന്താണ് അങ്ങേക്ക് വിഷമമുണ്ടാക്കുന്ന എന്തെങ്കിലും സംഭവിച്ചോ എന്നും ചോദിക്കുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭു മറുപടി പറയുന്നു, ഞാൻ അതായത് താഴ്ന്ന സന്യാസി കുലത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഇരിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്നാണ് മഹാപ്രഭു പറയുന്നത്. ചൈതന്യ മഹാപ്രഭു പറയുന്നു, എനിക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കാനുള്ള യോഗ്യതയില്ല. കാര്യം ഞാൻ സന്യാസം സ്വീകരിച്ചിട്ടുള്ളത് താഴ്ന്ന സന്യാസി കുലത്തിൽ നിന്നാണ് എന്നുള്ളത്. ശിലപ്രഭുപാദ് ഭാവാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. മായാവതി സന്യാസിമാർ അവർ സാധാരണ ഒരുപാട് സംസ്കൃതത്തിൽ പാണ്ഡിത്യം വേണം, അങ്ങനെയൊക്കെ ഒരുപാട് നിബന്ധനകളുണ്ട് മായാവതി സന്യാസിമാർക്ക്. അവർ സംസ്കൃതത്തിൽ പണ്ഡിതരായിരിക്കും. മാത്രമല്ല ഈ പാണ്ഡിത്യം ഉണ്ടായിട്ടും അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പല പല വ്യാഖ്യാനങ്ങളും ചെയ്യുന്നു. ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ പല രീതിയിലും വ്യാഖ്യാനിക്കുന്നു. അവിടെ ഒരുപാട് തെറ്റുകളും സംഭവിക്കുന്നുണ്ട്. മായാവാദം കലർന്നുള്ള വ്യാഖ്യാനങ്ങൾ നമുക്കറിയാം, അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളത്. ഇപ്പം ഇവിടെ മായാവാദികളെ സംബന്ധിച്ച് അങ്ങനെ സന്യാസിയാവണമെങ്കിൽ, മായാവാദി സന്യാസികളാവണമെങ്കിൽ അതിന് ഒരുപാട് ക്വാളിഫിക്കേഷൻ അവർ പറയും. സംസ്കൃതത്തിൽ പാണ്ഡിത്യം വേണം, അത് വേണം, ഇങ്ങനെ വേണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ വൈഷ്ണവ സന്യാസത്തിൽ പാണ്ഡിത്യം വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ അവർ പറയുന്ന പോലെ അത് മാത്രമല്ല, ഒരുപാട് വേറെ ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസിനെ കുറിച്ച് ശ്രീലറൂപ ഗോസ്വാമി പറയുന്നു എന്ന് പറഞ്ഞ് പ്രഭുപാദ് അവസാനം പറയുന്നുണ്ട്. അവിടെ പോകുന്നേക്കാൾ മുമ്പ് ആദ്യത്തെ സെക്ഷനിൽ പ്രഭുപാദ് പറയുന്നത്, ഈ മായാവാദി സന്യാസിമാർ ഫോളോ ചെയ്യുന്നത് ശ്രീപാദ് ശങ്കരാചാര്യരാണ്. എന്നാൽ ശ്രീപാദ് ശങ്കരാചാര്യർ അദ്ദേഹം മായാവാദി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ വരുന്ന ആളുകളോട്, ഡിസൈപ്പിൾസിന് അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് വെറുതെ സംസ്കൃതത്തിലെ ഗ്രാമറും സംസ്കൃതവും മാത്രം പഠിച്ചതുകൊണ്ടാവുന്നില്ല. ദുഃഖൃൺ എന്ന് പറയുന്ന വാക്ക് ഇവിടെ കാലേന ഹീന ഹി രക്ഷതി ദുഃഖൃൻ കരണേ.
ഒരുപാട് സംസ്കൃതം പഠിച്ചു എന്നുള്ളത് കൊണ്ടാവുന്നില്ല. ഭഗവാൻ ഗോവിന്ദനെ നിങ്ങൾ ആരാധിച്ചില്ലെങ്കിൽ ഇതെല്ലാം വേസ്റ്റാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാവർക്കും മനസ്സിലാവുന്നില്ല എന്നാണ് പ്രഭുപാദ് പറയുന്നത്. അദ്ദേഹം പറയാനുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പക്ഷേ എല്ലാവരും ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് പറയുന്നു. പിന്നീട് പറയുന്നു, മായാവതി സന്യാസിമാർ അവർക്ക് ഒരുപാട് അഹംഭാവമുണ്ട്. കാര്യം അവർ വലിയ സ്കോളറാണ്, വലിയ കുലത്തിലുള്ളതാണെന്നുള്ള ഒരു ധാരണയൊക്കെ അവർക്കുണ്ട്. ഇനി ആ കൂട്ടത്തിലും പല സന്യാസി സമ്പ്രദായങ്ങളുണ്ട്. സമ്പ്രദായം എന്ന് പറയുന്നത് ടൈറ്റിൽസ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ തീർത്ഥ, ആശ്രമ, സരസ്വതി എന്നൊക്കെ പറയുന്ന ടൈറ്റിലുള്ള സന്യാസിമാരൊക്കെ അവരുടെ സ്ഥാനം കുറച്ച് കൂടുതലാണ്. താഴെയുള്ള സ്ഥാനമുള്ളവരാണ് വന, ആരണ്യ, ഭാരതി എന്ന് പറയുന്ന സമ്പ്രദായങ്ങൾ. ഇതെല്ലാം പല ഗ്രേഡുകളാണ് സന്യാസിമാരിൽ. ഒരു ചൈതന്യ മഹാപ്രഭു കേശവ് ഭാരതിയിൽ നിന്നാണ് എടുക്കുന്നത്. കേശവ് ഭാരതി സമ്പ്രദായം എന്ന് പറയുന്നത് സരസ്വതി സമ്പ്രദായമായിട്ട് ഈക്വൽ അല്ല. സരസ്വതി സമ്പ്രദായമാണ് മുമ്പിൽ. അപ്പോൾ പ്രകാശാനന്ദ സരസ്വതിയും മറ്റുള്ള അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സരസ്വതി സമ്പ്രദായത്തിലുള്ളതാണ്. അവരുടെ സ്ഥാനം ആ ഒരു ടൈറ്റിൽ വെച്ച് നോക്കുമ്പോൾ, ഗ്രേഡ് വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. അതുകൊണ്ടാണ് മഹാപ്രഭു പറയുന്നത്, ഞാൻ താഴെയുള്ള കുലത്തിലെ സന്യാസിയാണ്, അതുകൊണ്ട് എനിക്ക് അകത്തോട്ട് വന്ന് നിങ്ങളുടെ കൂടെ ഇരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറയുന്നത്. എന്നാൽ ശരിയായിട്ടുള്ള സന്യാസി എന്താണെന്നുള്ളത് രൂപ ഗോസ്വാമി പറയുന്നു. സന്യാസിമാരെങ്ങനെയായിരിക്കണം? സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗുരു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, ഇവിടെ പറയുന്നു മായാവതി സമ്പ്രദായത്തിലുള്ള സന്യാസിമാർ അവർ സ്വയം ഗുരുവെന്ന് വിളിക്കുന്നു. കാര്യം അവർ പാണ്ഡിത്യമുണ്ട് എന്ന് അവർ ധരിക്കുന്നു. അവർക്ക് ഒരുപാട് സംസ്കൃതമൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷേ പ്രശ്നം എന്താണ്? അത് പല രീതിയിലും വ്യാഖ്യാനം ചെയ്യുന്നു. അതാണ് ഒരു പ്രശ്നം. പിന്നീട് അവർ സ്വയം ജഗദ്ഗുരു എന്ന് അറിയപ്പെടുന്നു. ഒരുപാട് ആളുകൾ അവരെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ ആദരവ് കാണിക്കുന്നു, ഒരുപാട് സ്ഥാനം കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ നാച്ചുറലി അവർക്ക് അഹംഭാവം വരുന്നു. അപ്പോൾ ശ്രീല പ്രഭുപാദ്ജി പറയുന്നു, എന്നാൽ രൂപഗോസ്വാമി എന്നാൽ പറയുന്നത് അങ്ങനെയല്ല. ജഗദ്ഗുരുവായിട്ട് മാറണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗുരുവിനെ ജഗദ്ഗുരു എന്ന് വിളിക്കണമെങ്കിൽ അവർ എങ്ങനെയായിരിക്കണം? വാചോ വേഗം, മനസാ ക്രോധവേഗം, ജിഹ്വാവേഗം, ഉത്തര ഉപസ്ഥവേഗം. അതായത് ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ സാധിക്കണം. അങ്ങനെയുള്ളവരെയാണ് ജഗദ്ഗുരു എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് പൃഥ്വിം സ ശിഷ്യാത് ഏതാൻ വേഗാനിയോ വിഷഹേതീര സർവം അപിവാൻ പൃഥ്വിം സ ശിഷ്യാത്. അതായത് പൃഥ്വി മുഴുവനും ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും. അങ്ങനെയുള്ളവരാണ് ജഗദ്ഗുരു. അപ്പോൾ ജഗദ്ഗുരുകളുടെ ക്വാളിറ്റീസാണ് പറയുന്നത്. വാചോ വേഗം, മനസാ ക്രോധവേഗം, ജിഹ്വാവേഗം, ഉത്തര ഉപസ്ഥവേഗം. അപ്പോൾ ഈ ക്വാളിറ്റീസാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ സമ്പ്രദായം ഏതാണെന്നുള്ളതല്ല. ഒരു വ്യക്തി ജഗദ്ഗുരുവാണെന്ന് പറയണമെങ്കിൽ ഈ ക്വാളിറ്റീസ് എല്ലാം ഉണ്ടായിരിക്കണം. അതാണ്. അപ്പോൾ മായാവതി സന്യാസിമാർക്ക് പാണ്ഡിത്യമുണ്ടായിരിക്കാം, പക്ഷേ അവർക്ക് വൈഷ്ണവ സന്യാസിമാരെ അവഹേളിക്കുന്ന ഒരു സ്വഭാവമുണ്ട് പലപ്പോഴും. വൈഷ്ണവ സന്യാസിമാർ ഞങ്ങളുടെ ഒരു കാറ്റഗറിയിൽ വരുന്നില്ല, ഞങ്ങളെക്കാൾ താഴെയാണ്. വൈഷ്ണവ സന്യാസിമാരെ ശരിക്കും സന്യാസിമാരെന്ന് വിളിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് അവർക്കുള്ളത്. അങ്ങനെ പലപ്പോഴും, അതായത് വൈഷ്ണവ സന്യാസിമാരാണെങ്കിൽ പൂർണ്ണമായിട്ടും അവരുടെ ശരീരവും വാക്കും ഇന്ദ്രിയങ്ങളും എല്ലാം ഭഗവാന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അവർ പല രീതിയിലൂടെ ഭഗവത് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ മായാവാദി സന്യാസിമാരാണെങ്കിൽ അവർ പ്രചരണം ചെയ്യില്ല. അവർ കൂടുതലും അങ്ങനെ ഇരിക്കുന്നു. സംസ്കൃതം അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ വേദങ്ങളെ അവർ തന്നെ പഠിച്ച് അവർ തന്നെ അത് ഡിസ്കസ് ചെയ്യുന്നു. എന്നാൽ അത് മറ്റുള്ള വൈഷ്ണവ സന്യാസിമാർ ചെയ്യുന്ന പോലെ ലോകമെമ്പാടും നടന്ന് ആ പരിവ്രജാകാചാര്യ എന്ന് പറയുന്ന കാര്യം എല്ലാവരെയും ഈ ഒരു മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നില്ല. അപ്പോൾ അത് വൈഷ്ണവ സന്യാസിമാരെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ മായാവതി സന്യാസിമാർക്ക് അവർക്ക് സാധാരണ ഒരു ടെൻഡൻസി ഉണ്ട് വൈഷ്ണവ സന്യാസിമാരെ കുറ്റപ്പെടുത്തുക, അവഹേളിക്കുന്നത്. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ശരിക്കും കാര്യം ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ശരിക്കും ക്വാളിഫിക്കേഷൻ ഉള്ളത് ആർക്കാണ്? വൈഷ്ണവ സന്യാസിമാർക്കാണ്. കാര്യം വൈഷ്ണവ സന്യാസിമാർ ഒന്നാമത് ബ്രഹ്മജ്യോതിയല്ല ആരാധിക്കുന്നത്, ഒരു പരമദിവ്യം പുരുഷൻ ഭഗവാനെ തന്നെയാണ്.
മാത്രമല്ല അവർ ലോകക്ഷേമത്തിനായി ലോകമെമ്പാടും നടന്ന് പ്രചരണം ചെയ്യുന്നു, ഭഗവാനെ എല്ലാവരിലേക്കും എത്തിക്കുന്നു. ആ ഒരു കാര്യം കൂടെ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സർവീസസ് കൂടുതൽ ചെയ്യുന്നത് ആരാണ്? അവരാണ്. മറ്റുള്ള സന്യാസിമാർ അവർ സന്യാസിമാരാണ്, ഡിസൈപ്പിൾസ് ഉണ്ടാവും, ഒക്കെ ശരിയാണ്. പക്ഷേ അവരുടെ ഒരു രീതികളെല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതെല്ലാം 64-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു. ഇനി 65. आपने प्रकाशानंद हाते धरिया वसाइल सभा मध्य सम्माना करिया. हरे कृष्ण. आपने प्रकाशानंद हाथे ते धरिया वासाइल सभा मध्य सम्माना करिया. വിവർത്തനം ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. എന്നാൽ പ്രകാശാനന്ദ സരസ്വതി സ്വയം മഹാപ്രഭുവിന്റെ കൈപിടിച്ച് ആനയിച്ച് അത്യാദരവോടെ സഭാമധ്യത്തിൽ ഉപവിഷ്ടനാക്കി. ഭാവാർത്ഥം: മഹാപ്രഭുവിനോടുള്ള പ്രകാശാനന്ദ സരസ്വതിയുടെ ആദരവ് നിറഞ്ഞ ഈ പെരുമാറ്റം അഭിനന്ദനീയമാണ്. ഇതിനെ അജ്ഞാന സുഹൃതി അഥവാ അറിയാതെ ചെയ്യുന്ന സുഹൃത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. ഇപ്രകാരം പ്രകാശാനന്ദ സരസ്വതിക്ക് അജ്ഞാന സുഹൃതിയിലൂടെ മുന്നേറി ഭാവിയിൽ ഒരു വൈഷ്ണവ സന്യാസിയായി തീരാനുള്ള തന്ത്രപൂർവമായ ഒരു അവസരം നൽകുകയാണ് മഹാപ്രഭു ചെയ്തത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രകാശാനന്ദ സരസ്വതി ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? മഹാപ്രഭു പറഞ്ഞു എനിക്ക് യോഗ്യതയില്ല നിങ്ങളുടെ കൂടെ ഇരിക്കാനെന്ന്. പ്രകാശാനന്ദ സരസ്വതി ആണെങ്കിൽ ഉടനെ തന്നെ ഓടിപ്പോയി ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൈകൾ പിടിക്കുന്നു. കൈകൾ പിടിച്ച് അദ്ദേഹം അകത്തോട്ട് കൊണ്ടുപോയി അദ്ദേഹത്തിന് ഇരിക്കാനുള്ള വളരെ ബഹുമാനീയമായിട്ടുള്ള നല്ലൊരു സ്ഥാനം കൊടുക്കുന്നു, ഒരു ആസനം കൊടുക്കുന്നു ഇരിക്കാൻ വേണ്ടി. വളരെ സ്നേഹത്തോടു കൂടി ആദരവോടുകൂടി ഇത് ചെയ്യുന്നു. ശീല പ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ആക്ച്വലി മഹാപ്രഭുവിൻ്റെ മഹാകൃപയാണ് പ്രകാശാനന്ദ സരസ്വതിക്ക് കിട്ടുന്നത്. ഒരു അജ്ഞാന സുഹൃതി കിട്ടുകയാണ് ചെയ്യുന്നത്. കാര്യം ഈ ഒരു കാര്യത്തിലൂടെ മഹാപ്രഭുവിനെ ആഞ്ഞയിച്ച് ആ ബഹുമാനത്തോടു കൂടി കൊണ്ടുവന്ന് മഹാപ്രഭുവിന് നല്ലൊരു സ്ഥാനം കൊടുക്കുന്നിരിക്കാൻ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് സുഹൃതി കിട്ടുകയാണെന്ന് പറയുന്നത്. അപ്പോൾ മഹാപ്രഭു അതിനുള്ളൊരു അവസരം കൊടുക്കുകയാണ് പ്രകാശാനന്ദ സരസ്വതിക്ക്. അതുകൊണ്ട് പിന്നീട് അദ്ദേഹം വൈഷ്ണവ സന്യാസിയായി മാറുമ്പോൾ, കാര്യം പ്രകാശാനന്ദ സരസ്വതി ഉടനെ തന്നെ മാറും. നമ്മൾ ഈ കഥയെല്ലാം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഒരു സെക്ഷനാണ് ഇവിടെ വരുന്നത്. ഇദ്ദേഹം മാറും, എന്നാൽ അതിനു മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ സുഹൃതി അദ്ദേഹത്തിന് കിട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വൈഷ്ണവ സന്യാസിയായി മാറുന്നുണ്ട്. ഓക്കെ. ശ്ലോകം 66. പൂछीला तोमारा नामा श्रीकृष्ण चैतन्य केशव भारतीरा शिष्य ताते तुमी धन्य. हरे कृष्ण. पूछीला तोमारा नाम श्री कृष्ण चैतन्य केशव भारती शिष्य ताते तुमी धन्य. വർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ്. പ്രകാശാനന്ദ സരസ്വതി പറഞ്ഞു, ശ്രീകൃഷ്ണ ചൈതന്യൻ എന്നാണ് അങ്ങയുടെ പേരെന്ന് ഞാൻ അറിയുന്നു. ശ്രീ കേശവ ഭാരതിയുടെ ശിഷ്യനും ആകയാൽ അങ്ങ് ശ്രേഷ്ഠനാകുന്നു. ഹരികൃഷ്ണ. പ്രകാശാനന്ദ സരസ്വതി പറയുന്നു, ഞാൻ മനസ്സിലാക്കുന്നു അങ്ങയുടെ പേര് ശ്രീകൃഷ്ണ ചൈതന്യ എന്നാണ്. ശ്രീ കേശവ ഭാരതിയുടെ ശിഷ്യനാണ്, അങ്ങ് മഹാത്മാവാണ് എന്ന് പറയുകയാണ്, ധന്യനാണ്. संप्रदायिक सन्यासी तुम्ही राहे ए ग्रामे के कारणे आमा सबार ना करे दर्शने. ഹരേ കൃഷ്ണ പ്രഭു. വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. ശ്ലോകം 67. സാമ്പ്രദായിക സന്യാസി തുമീരഹ ഏ ഗ്രാമേ കി കാരണേ ആമാ സബാരന കര ദർശനേ. വിവർത്തനം ഭാവാർത്ഥം എസി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: താങ്കൾ നമ്മുടെ ശങ്കര സമ്പ്രദായത്തിൽപ്പെട്ടവനും വാരണാസി ഗ്രാമത്തിൽ വസിക്കുന്നവനുമാണ്. പിന്നെന്താണ് താങ്കൾ ഞങ്ങളോടൊപ്പം കൂടിച്ചേരാത്തത്? ഞങ്ങളെ കാണുന്നത് പോലും ഒഴിവാക്കുന്നത് എന്തുകൊണ്ട്? ഭാവാർത്ഥം: ഒരു വൈഷ്ണവ സന്യാസിക്കോ മധ്യമാധികാരിയുടെ തലത്തിൽ ആത്മീയ ജ്ഞാനം ലഭിച്ച ഒരു വൈഷ്ണവനോ താഴെ പറയുന്ന 4 തത്വങ്ങൾ മനസ്സിലാക്കാനാകുന്നു. പരമപുരുഷനായ ഭഗവാൻ, ഭക്തന്മാർ, നിഷ്കളങ്കർ, അസൂയാലുക്കൾ. മേൽപ്പറഞ്ഞ വൈഷ്ണവൻ ഇവയിൽ ഓരോരുത്തരോടും ഉചിതമായി പെരുമാറുന്നു. അദ്ദേഹം ഭഗവത് പ്രേമം വർദ്ധിപ്പിക്കുവാനും ഭഗവത് ഭക്തന്മാരുമായി മൈത്രി വളർത്തുവാനും അജ്ഞാനികളിൽ, അതായത് നിഷ്കളങ്കരിൽ കൃഷ്ണാബോധം പ്രചരിപ്പിക്കുവാനും കൃഷ്ണാബോധത്തോട് അസൂയാലുക്കളായവരെ അവഗണിക്കാനും ശ്രമിക്കുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വയം ഈ പെരുമാറ്റത്തിന് ഉദാഹരണമായി. അതിനാലാണ് മഹാപ്രഭു തങ്ങളോട് ഒത്തുചേരുകയും സംഭാഷണം നടത്തുകയും ചെയ്യാത്തത് എന്തെന്ന് പ്രകാശാനന്ദ സരസ്വതി അന്വേഷിച്ചത്.
കൃഷ്ണബോധ പ്രചാരകൻ സാധാരണയായി മായാവാദികളുമായി സംഭാഷണത്തിലേർപ്പെട്ട് സമയം പാഴാക്കരുതെന്നും, എന്നാൽ ശാസ്ത്രാധിഷ്ഠിതമായ വാഗ്വാദമുണ്ടായാൽ വൈഷ്ണവൻ മുന്നോട്ട് വന്ന് സംസാരിച്ച് മായാവാദ തത്വശാസ്ത്രത്തെ പരാജയപ്പെടുത്തുമെന്നും സ്വന്തം ഉദാഹരണത്തിലൂടെ സ്ഥിരീകരിക്കുകയായിരുന്നു ശ്രീ ചൈതന്യ മഹാപ്രഭു. ശങ്കര സമ്പ്രദായത്തിൽ നിന്നും ദീക്ഷ വരിച്ച ഒരു വ്യക്തിയെ മാത്രമേ മായാവാദികൾ വേദവിധി പ്രകാരമുള്ള ഒരു സന്യാസിയായി സ്വീകരിക്കുകയുള്ളൂ. ബ്രാഹ്മണ കുലജാതരല്ലാത്തതിനാൽ കൃഷ്ണാബോധ പ്രചാരകരായ സന്യാസിമാർ യഥാർത്ഥ സന്യാസിമാരല്ലെന്ന് അവർ ചിലപ്പോൾ വെല്ലുവിളിക്കാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ ബ്രാഹ്മണ കുലജാതരല്ലാത്തവർക്ക് അവർ സന്യാസം നൽകുകയില്ല. എന്നാൽ കലിയുഗത്തിൽ എല്ലാവരും ശൂദ്രന്മാരായാണ് പിറക്കുന്നതെന്ന് നിർഭാഗ്യവശാൽ അവർക്കറിയില്ല. കലൗ ശൂദ്ര സംഭവഃ. ഈ യുഗത്തിൽ ബ്രാഹ്മണരില്ലെന്നും ജന്മാടിസ്ഥാനത്തിലുള്ള ബ്രാഹ്മണർക്ക് ബ്രാഹ്മണ ഗുണങ്ങളില്ലെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ബ്രാഹ്മണകുല ജാതരല്ലെങ്കിലും ബ്രാഹ്മണ ഗുണങ്ങളുള്ള ഒരു വ്യക്തിയെ ബ്രാഹ്മണനായി സ്വീകരിക്കണമെന്ന് നാരദമുനിയും ശ്രീധരസ്വാമിയും സ്ഥിരീകരിക്കുന്നു. ഇത് ശ്രീമദ് ഭാഗവതത്തിലും പ്രസ്താവിക്കുന്നു. ജന്മാവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെയും ബ്രാഹ്മണനായി അംഗീകരിക്കുക ശരിയല്ലെന്നും ബ്രാഹ്മണന്റെ ഗുണങ്ങൾ ഉള്ളവനെ മാത്രമേ ബ്രാഹ്മണനായി കാണേണ്ടൂ എന്നുമുള്ള വസ്തുത ശ്രീല നാരദമുനിയും ശ്രീല ശ്രീധരസ്വാമികളും പൂർണ്ണമായും അംഗീകരിക്കുന്നു. നമ്മുടെ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ നിർദ്ദിഷ്ടങ്ങളായ ബ്രാഹ്മണ തത്വങ്ങൾ പാലിക്കാത്തവർക്ക് നാം സന്യാസം നൽകാറില്ല. ഒരു അബ്രാഹ്മണന് സന്യാസിയാകുവാനാകില്ലെന്ന് അത് യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാലും ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു എന്നാൽ ബ്രാഹ്മണന്റെ യോഗ്യതകൾ ഇല്ലാത്തവനെ ബ്രാഹ്മണനായും, അബ്രാഹ്മണ കുലത്തിൽ ജനിച്ച എന്നാൽ ബ്രാഹ്മണന്റെ യോഗ്യതകളുള്ളവനെ അബ്രാഹ്മണനായും സ്വീകരിക്കുന്നതിൽ താത്വിക പ്രസക്തിയില്ല. വഴിതെറ്റിക്കുന്നവയും സ്വനിർമ്മിതങ്ങളുമായ വേദവിരുദ്ധ പ്രസ്താവനകളെ ഒഴിവാക്കിക്കൊണ്ട് കൃഷ്ണാബോധ പ്രസ്ഥാനം ശ്രീമദ് ഭാഗവതാനുശാസനങ്ങളെ കർശനമായി പിന്തുടരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. പ്രകാശാനന്ദ സരസ്വതി പറയുന്നു, അങ്ങ് നമ്മുടെ ശങ്കര സമ്പ്രദായത്തിലുള്ളതാണ്. അങ്ങും നമ്മുടെ ശങ്കര സമ്പ്രദായത്തിൽ ഉള്ള സന്യാസിയാണ്. എന്നിട്ടും അങ്ങ് ഇവിടെ വാരണാസിയിൽ വന്ന് നമ്മളെല്ലാവരും ശങ്കര സമ്പ്രദായത്തിലുള്ളതാണ്. എന്നിട്ടും അങ്ങ് ഞങ്ങളോട് എന്തുകൊണ്ട് സംഘം കൂടുന്നില്ല, ഞങ്ങളെ കാണുവാൻ പോലും അങ്ങ് വരാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയാണ്. എന്തുകൊണ്ട് ഞങ്ങളെ ഒഴിവാക്കുന്നു എന്നാണ് പ്രകാശാനന്ദ സരസ്വതി ചോദിക്കുന്നത്. ശീലപ്രഭുപാദ് പറയുന്നു, ഒരു വൈഷ്ണവ സന്യാസി അവർ മധ്യമാധികാരിയുടെ ലെവലിലേക്ക് വരുന്നു എന്നുള്ളത്. കാര്യം നമ്മളിതിനു മുമ്പും ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, മധ്യമാധികാരികളാണ് പ്രചരണത്തിന് സാധിക്കുന്നത് മധ്യമാധികാരികൾക്കാണ്. കാര്യം ഉത്തമാധികാരി ലെവലിൽ വരുമ്പോൾ ഉത്തമാധികാരികൾ തന്നെ മധ്യമാധികാരിയുടെ ലെവലിലേക്ക് താഴോട്ട് വരുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, എന്നാലാണ് പ്രചരണം ചെയ്യാൻ സാധിക്കുള്ളൂ. കാര്യം ഉത്തമാധികാരിയുടെ ഒരു കോൺഷ്യസ്നെസ്സിൽ ഇരിക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്, അവർ എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രചരണം ചെയ്യുമ്പോൾ ആർക്ക് എന്ത് കൊടുക്കണം, ആർക്ക് ഏത് മരുന്ന് കൊടുക്കണം എന്നുള്ളൊരു തീരുമാനമെടുത്ത് വേണ്ടതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിന് സാധിക്കില്ല ഉത്തമാധികാരിയുടെ ലെവലിലാവുമ്പോൾ. അതുകൊണ്ട് ഉത്തമാധികാരികൾ ആ ഒരു കോൺഷ്യസ്നെസ്സിനെ തൽക്കാലം ഒന്ന് മാറ്റിവെച്ച് മധ്യമ കോൺഷ്യസ്നെസ്സിലേക്ക് വരുന്നു. അപ്പോൾ അവർക്ക് പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ ഇത് തിരിച്ചറിയാൻ സാധിക്കുന്നു. പ്രേമ, അവർക്ക് ഭഗവാനോടുള്ള പ്രേമമുണ്ട്, ഭഗവാനെ തിരിച്ചറിയുന്നു പൂർണ്ണമായിട്ടും. അതേപോലെ ഭക്തർക്ക് ആദരവ് കൊടുക്കുന്നു, അവർ ബഹുമാനിക്കുന്നു, വൈഷ്ണവ സേവകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ വൈഷ്ണവ സേവകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. പിന്നെ മൈത്രി, ഉപേക്ഷ, എല്ലാവരോടും ഒരു സൗഹൃദബന്ധം കാണിക്കുന്നു, നിലനിർത്തുന്നു. കൂട്ടത്തിൽ ഉപേക്ഷ, അസൂയ കാണിക്കുന്നവരിൽ നിന്ന് അകന്നു നിൽക്കുന്നു. ഇതാണ് മധ്യമാധികാരിയുടെ ലക്ഷണങ്ങൾ എന്ന് നമ്മൾ ഭാഗവത്തിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ചൈതന്യ ഇവിടെ പ്രഭുപാദ് പറയുന്നത്, ശ്രീ ചൈതന്യ മഹാപ്രഭു ഇവിടെ നമ്മളെ കാണിച്ചു തരുവാണ്. അതായത് ഒരു സന്യാസിയാവട്ടെ അല്ലെങ്കിൽ ഒരു വൈഷ്ണവനാവട്ടെ, ഒരിക്കലും
ഒരു മായാവതി സന്യാസിയുമായിട്ടുള്ള സമ്പർക്കം ചെയ്യാൻ പാടില്ല എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. കാര്യം നമ്മളെ സംബന്ധിച്ച് മഹാപ്രഭുവിൻ്റെ ഒരു നിർദ്ദേശം കൂടിയാണ് എല്ലാവർക്കും. ഇവിടെ പ്രകാശാനന്ദ സരസ്വതി ക്ഷണിക്കുന്നുണ്ട്, ശരിയാണ് അതെല്ലാം. എന്നാൽ ചൈതന്യ മഹാപ്രഭു അദ്ദേഹം ഒരു ലെസൺ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മായാവാദികളുമായിട്ട് ഇടപഴകുന്നത് ശ്രദ്ധിക്കണം എന്നുള്ളത് അദ്ദേഹം കാണിക്കുന്നു. പക്ഷേ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ശാസ്ത്രങ്ങൾ നമുക്ക് നല്ലവണ്ണം അറിയാം. നമ്മൾ നല്ല ഒരു രീതിയിൽ സ്ഥാനത്തുള്ളൊരു ഭക്തരാണെങ്കിൽ, വൈഷ്ണവരാണെങ്കിൽ, മായാവാദികളുമായിട്ടുള്ളൊരു സമ്പർക്കം വന്നാൽ, എന്തെങ്കിലും വാദങ്ങൾ വന്നു കഴിഞ്ഞാൽ വാദിച്ച് ജയിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിന് തെറ്റില്ല. വാദങ്ങൾ ജയിക്കണം, അല്ലാതെ വിട്ടുകൊടുക്കാൻ പാടില്ല. അങ്ങനെയുള്ളൊരു അവസരമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചൈതന്യ മഹാപ്രഭു തന്നെ ഇനി മുന്നോട്ട് കാണാം, ഇവർ തമ്മിലുള്ളൊരു കോൺവെർസേഷനിൽ അവസാനം ചൈതന്യ മഹാപ്രഭുവാണ് ജയിക്കുന്നത്. ഇപ്പോൾ പ്രകാശാനന്ദ സരസ്വതി അദ്ദേഹം മഹാപ്രഭുവിനോട് പറയുന്നതാണ്, ഞങ്ങളെ ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മഹാപ്രഭു നമ്മളെ പഠിപ്പിക്കുകയാണ്, അതായത് മായാവാദികളുമായിട്ടുള്ള സമ്പർക്കം ഒരു ഭക്തനെ സംബന്ധിച്ച് നല്ലതല്ല എന്നുള്ളത്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലെവലിലുള്ള ഒരാൾക്ക് അദ്ദേഹത്തിനൊന്നും സംഭവിക്കില്ല. അദ്ദേഹം ഇവിടെ ഇനി ചെയ്യാൻ പോകുന്നത് അവരെ പോലും, ഈ മായാവാദി സന്യാസിമാരെ പോലും വൈഷ്ണവ സന്യാസിമാരാക്കുവാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് അല്ലേ. മഹാപ്രഭുവിന് അവർ എന്നാൽ ആ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾക്ക് മായാവാദികളുമായിട്ടുള്ളൊരു സമ്പർക്കം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നി പിന്നീട് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ വൈഷ്ണവ സമ്പ്രദായത്തിൽ നിന്ന് മാറി അവർ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. അതുകൊണ്ട് അപകടമാണെന്ന് മഹാപ്രഭു എപ്പോഴും പറയാറുണ്ട്. മായാവാദികൾ അപരാധികളായതുകൊണ്ട് അവരുമായിട്ട് സമ്പർക്കം പാടില്ല എന്ന് മഹാപ്രഭു പറയാറുണ്ട്. എന്നാൽ ഇവിടെ അദ്ദേഹം ആദ്യത്തെ ഭാഗത്ത് അദ്ദേഹം അവരോട് കൂടാതെ നിന്നുകൊണ്ട് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു, കൂടാൻ പാടില്ല അവരുമായിട്ട്. എന്നാൽ രണ്ടാമത്തെ ഭാഗത്ത് മഹാപ്രഭു പഠിപ്പിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ വാദിച്ച് ജയിക്കാൻ, വൈഷ്ണവ സമ്പ്രദായത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് തത്വങ്ങളൊക്കെ വേണ്ട രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അവസരം കിട്ടുവാണ് എന്നുണ്ടെങ്കിൽ, മായാവാദികളാവട്ടെ, അഭക്തരാവട്ടെ, അല്ലെങ്കിൽ വേറെ നിരാകാരവാദികളാവട്ടെ, എന്ത് വേണമെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുവാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ നമ്മളത് വാദിച്ച് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതും മഹാപ്രഭു കാണിക്കുന്നുണ്ട്. കഴിവില്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്, അവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. അവിടെ നിന്നിട്ട് പ്രയോജനമില്ല അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പോൾ പ്രഭുപാദിനെ പോലെ കഴിവുള്ള ആചാര്യന്മാർ ഒരുപാട് മായാവാദികളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് പ്രഭുപാദ് വളരെ ബോൾഡായിട്ട് വൈഷ്ണവ തത്വങ്ങൾ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ അതിൽ ആളുകൾ മനസ്സിലാക്കിയിട്ട് മാറിയിട്ടുള്ളവരും ഉണ്ട് ഒരുപാട്. ഇപ്പോൾ പ്രഭുപാദിനെ പോലുള്ള ആചാര്യന്മാർക്ക് അത് സാധിക്കും. നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾ അത് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, അവർ വാദിച്ച് ജയിക്കും, നമ്മൾ തോൽക്കും, അവസാനം നമ്മൾ അവരുടെ മുമ്പിൽ കീഴടങ്ങേണ്ടി വരും. അപ്പോൾ അതിന് നല്ലത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നീട് പ്രഭുപാദ് പറയുന്നു, കലോ ശൂദ്ര സംഭവ, കലിയുഗത്തിൽ എല്ലാവരും ശൂദ്രരാണ്. അപ്പോൾ മായാവാദി സന്യാസിമാർക്ക് അല്ലെങ്കിൽ മായാവാദി സന്യാസി ആവണമെങ്കിൽ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കണം എന്നുള്ളൊരു നിബന്ധനയുണ്ട് അവർക്ക്. എന്നാൽ ആ നിബന്ധനയ്ക്ക് അർത്ഥമില്ല. കാര്യം സന്യാസി ആവണമെങ്കിൽ വൈഷ്ണവ സമ്പ്രദായത്തിൽ പറയുന്നില്ല ബ്രാഹ്മണ കുലത്തിൽ ജനിക്കണമെന്നുള്ളത്. എന്നാൽ മറിച്ച് ബ്രാഹ്മണരുടെ ക്വാളിറ്റീസ് വേണമെന്നാണ് പറയുന്നത്. ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ട്, ക്വാളിറ്റീസ് കൊണ്ട് ബ്രാഹ്മണരുടെ ക്വാളിറ്റീസ് വേണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് സന്യാസമോ അല്ലെങ്കിൽ ഏത് ഗുരുവിൻ്റെ സ്ഥാനമോ ഒക്കെ കൊടുക്കാൻ സാധിക്കും. അതാണ് ശ്രീധർ സ്വാമി പറയുന്നു, നാരദമുനി പറയുന്നു എന്ന് പ്രഭുപാദവിടെ പറയുന്നത്. അല്ലാതെ ജന്മം കൊണ്ട് ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിക്കണമെന്നുള്ളതൊരു നിബന്ധന, ഒരു ക്രൈറ്റീരിയ അല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ക്വാളിറ്റീസാണ് നോക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നീട് പറയുന്നു, സന്യാസി ആയിക്കഴിഞ്ഞാൽ, സന്യാസി ആവണമെങ്കിൽ തീർച്ചയായിട്ടും ബ്രാഹ്മണ ക്വാളിറ്റീസ് എല്ലാം വേണം അവർക്ക്.
അതാണ് ക്വാളിറ്റീസ് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ആവശ്യമാണ് എന്ന് പറയുന്നു. അതാണ് പ്രഭുപാദ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ശ്ലോകത്തിലെ ഭാവാർത്ഥത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യം മായാവാദികളുമായിട്ടുള്ള സമ്പർക്കത്തെക്കുറിച്ച് പ്രഭുപാദ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ചൈതന്യ മഹാപ്രഭു ആദ്യത്തെ ഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുന്നു അവരുമായിട്ട് സംഘം കൂടരുത് എന്നുള്ളത്. രണ്ടാമത്തെ ഭാഗത്ത് പഠിപ്പിക്കുന്നു നമുക്കതിനുള്ള കഴിവുണ്ട്, അങ്ങനെയുള്ളൊരു സ്ഥാനത്താണ് നമ്മൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് വാദിച്ച് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യണമെന്നും പറയുന്നു. ഈ രണ്ട് കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നു. വേറെ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സന്യാസി ഈ സന്യാസം സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ബ്രാഹ്മണിക്കൽ ക്വാളിറ്റീസും അവർക്ക് വേണം. ഇപ്പം ജന്മം കൊണ്ടല്ല ബ്രാഹ്മണനാവുന്നത്, അവരുടെ ക്വാളിറ്റീസ് കൊണ്ടാണ് എന്നുള്ളത് നമ്മളിവിടെ പഠിക്കുന്ന കാര്യമാണ്. ഓക്കെ, ശ്ലോകം 68 മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ശ്രീ ചൈതന്യ ചരിതാമൃത് की जय, जगद्गुरु शिला प्रभुपाद की जय, शिला कृष्णदास कविराज गोस्वामी की जय, श्री शचिनंदन श्री गौर हरि की जय, समवेद गौर भक्त वृंद की जय, गौड़ीय गुरु वृंद की जय, निताय गौर प्रेमानंदे. हरे कृष्णा. थैंक यू. Hare Krishna, Prabhuji. Thank you. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാം. താങ്ക് യു. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം പ്രഭു. ഇപ്പൊ ഈ ചൈതന്യ മഹാപ്രഭു പറഞ്ഞതുപോലെ നമുക്കിപ്പം അങ്ങനെയുള്ളവരല്ല, സാധാരണ ആൾക്കാരോട് ഇതുപോലെ പറയുമ്പോൾ കൃഷ്ണത്തെ പറ്റി പറയുമ്പോൾ അതിൽ വിശ്വാസമല്ല, മറ്റ് ദേവീദേവന്മാരിൽ ഉള്ള വിശ്വാസമുള്ളവരോടും നമ്മൾ അറിയാവുന്ന രീതിയിൽ നമുക്ക് സംസാരിച്ച് വെളിപ്പെടുത്തി കൊടുക്കണമെന്നല്ലേ? പറ്റുന്ന രീതിയിൽ നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കണം, പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം. പക്ഷേ നമ്മൾ വളരെ കോൺഫിഡൻസോട് കൂടി അത് ചെയ്യേണ്ട കാര്യമാണ്. കാര്യം അവർ തിരിച്ച് എന്തെങ്കിലും ആർഗ്യുമെൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കാനുള്ള അറിവ് നമുക്ക് വേണം, അതിനുള്ള റെഫറൻസ് വേണം, അതിനുള്ള പക്ക നമ്മുടെ കയ്യിൽ എല്ലാ പ്രമാണങ്ങളും വേണം. അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. അങ്ങനെ പറയുമ്പോൾ അവർക്ക് വിശ്വാസമാവും. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ രണ്ട് ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താ അങ്ങനെ, എന്നിട്ടെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കതിന് ഉത്തരവില്ലെങ്കിൽ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. തീർച്ചയായിട്ടും അതുകൊണ്ടൊരു പ്രചരണം ചെയ്യുന്ന ഒരാൾക്ക് സാധാരണ എളുപ്പമുള്ളൊരു കാര്യമല്ല. അതായത് ആ ഒരു ലെവലിൽ പ്രചരണം ചെയ്യുമ്പോൾ പല രീതിയിൽ പ്രചരണങ്ങൾ ചെയ്യാം, എന്നാൽ ആ ഒരു ലെവലിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിന് മാത്രമുള്ള ഒരു കപ്പാസിറ്റി വേണം, അതിനുള്ള കഴിവും വേണം, അറിവും വേണം, ഭക്തിയും വേണം. എല്ലാം കൊണ്ടും ആ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക്, അങ്ങനെയുള്ളവർക്ക് പ്രസൻറ്റ് ചെയ്ത് ജയിക്കാൻ സാധിക്കും. അവിടെ ജയം പരാജയം എന്നുള്ളതല്ല, ജയിക്കുക എന്നുള്ളതല്ല, അവരെ ആ ആളുകളെ നമ്മൾ നല്ല മാർഗം കാണിച്ചു കൊടുക്കുകയാണ്, അവർക്ക് വലിയൊരു സൗഭാഗ്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ജയിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് തെറ്റല്ല. കാര്യം അത് ഭഗവാന്റെ സർവീസാണത്, ഭഗവാന്റെ ആഗ്രഹമാണ് എല്ലാവരെയും ഭക്തരായി കാണണമെന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സഹായിക്കുന്നു അല്ലേ, അതാണ് ചെയ്യുന്നത്. ഭഗവാന്റെ കൈകളിലുള്ള നിമിത്തമായി മാറി നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എക്യുപ്ഡ് ആയിരിക്കണം, അതാണ് പറയുന്ന പോയിന്റ്. നമ്മൾ വളരെയധികം എക്യുപ്ഡ് ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ല രീതിയിൽ നമ്മളിത് മനസ്സിലാക്കണം, വിശ്വാസം കൂട്ടിക്കൊണ്ടുവരണം, ഭക്തി സേവനങ്ങൾ നന്നായി ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു കോൺഫിഡൻസ് കൂടും, നമ്മുടെ കൺവിക്ഷൻ കൂടും. അത് കൺവിക്ഷൻ കൂടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നമ്മുടെ വിശ്വാസം ഇതിൽ കൂടും. അപ്പോൾ നമ്മൾ സാധന നന്നായി ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ പഠിച്ച് നമ്മൾ അതിന് പ്രാപ്തരാകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമാണ്. ഇല്ലെങ്കിൽ അവരിങ്ങോട്ട് ബാധിച്ചു കഴിഞ്ഞാൽ തിരിച്ച് പറയാനൊന്നും ഉണ്ടാവില്ല. അതാണ് ഒരു കാര്യം. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. പ്രണാം. ഹരേ കൃഷ്ണ. ഓക്കെ, വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഭഗവാന്റെ കൃപ എല്ലാവർക്കും ഉണ്ടാവട്ടെ. ശ്രീ ചൈതന്യ മഹാപ്രഭു കി ജയ്, ശ്രീ ചൈതന്യ ചരിതാമൃത് കി ജയ്. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാം. ദണ്ഡവത് പ്രണാം. താങ്ക് യു. Thank you, Prabhu. Thank you. ഹരേ കൃഷ്ണ. പ്രണാം.